Hello students, we have defined neighborhood of a point A. Now we are going to prove a result using that definition. The result is that if X belongs to the epsilon neighborhood of A and Y belongs to the epsilon neighborhood of another point B. I state the two parts combine if X and Y belong to epsilon neighborhoods of epsilon neighborhoods of neighborhoodsനെ NBD നമുക്ക് ചുരുക്കി എഴുതാം. neighborhoods of X Aയുടെയും Y Bയുടെയും ആണ്, ഒരേ പോയിന്റിന്റെ അല്ല, of A and B. അപ്പോൾ അതറിയാൻ നമുക്ക് റെസ്പെക്റ്റീവ്ലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. X belongs to epsilon neighborhood of A and Y belongs to epsilon neighborhood of B എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. Then X plus Y, the result says that then X plus Y belongs to the epsilon neighborhood, belongs to എന്ന് എഴുതാം, നമുക്ക് സെറ്റ് മെമ്പർഷിപ്പിന്റെ നൊട്ടേഷൻ ഉപയോഗിക്കാം. belongs to epsilon neighborhood of the epsilon neighborhood of X belongs to epsilon neighborhood of A and Y belongs to epsilon neighborhood of B. Then X plus Y belongs to epsilon neighborhood of A plus B. അല്ലെങ്കിൽ ഇതിനെ ചുരുക്കി ഇങ്ങനെയും എഴുതാം. if X belongs to നൊട്ടേഷനിൽ epsilon neighborhoodനെ V epsilon of X belongs to epsilon neighborhood of A and Y belongs to epsilon neighborhood തന്നെയാണ്, ഡിസ്റ്റൻസ് അത് തന്നെയാണ്, പക്ഷെ എയിൽ നിന്നല്ല ബിയിൽ നിന്നാണ്, V epsilon of B. Then the result says that X plus Y belongs to epsilon neighborhood V epsilon X plus Y belongs to the 2 epsilon neighborhood of, ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്, എക്സും വൈ ആഡ് ചെയ്യുമ്പം വൈഡ് ആയിട്ടുള്ള റേഞ്ചിലുള്ള പോയിന്റ്സ് കിട്ടുവാണ്. V epsilon അല്ല, V2 epsilon of ദ പോയിന്റ് A അല്ല, B അല്ല, A plus B ആണ് സെന്റർ ഓഫ് A plus B. ദിസ് ഇസ് ദ റിസൾട്ട്. X belongs to epsilon neighborhood of A. അപ്പോൾ നമുക്ക് റിസൾട്ടിന്റെ പ്രൂഫ് പറയാം. നമുക്ക് നൊട്ടേഷനിൽ എഴുതിയാൽ മതിയാവും. X belongs to epsilon neighborhood of A. X belongs to V epsilon of A എന്ന് എഴുതുമെന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഡെഫിനിഷനിൽ പറഞ്ഞോളൂ. ഇതെപ്പോഴാ പറയുക? ഇംപ്ലൈസ് X ഒരു പോയിന്റ് V epsilon of A നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. V epsilon of A equal to set of all points in the real line, set of all X element of R such that modulus of X minus A less than, strictly less than epsilon. അല്ലെങ്കിൽ A മൈനസ് എപ്സിലോണും A പ്ലസ് എപ്സിലോണും ഇടയ്ക്കുള്ള പോയിന്റ്സ്, അല്ലെങ്കിൽ അത് ഓപ്പൺ ഇൻട്രോൽ A മൈനസ് എപ്സിലോൺ A പ്ലസ് എപ്സിലോൺ എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ഡെഫിനിഷൻ. ഇതിൽ ഈ കണ്ടീഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. എക്സ് ഒരു പോയിന്റ് എക്സ് V എപ്സിലോൺ ഐയിൽ ഉണ്ടാവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. X element of V epsilon of A implies modulus of X minus A is strictly less than epsilon. And we have given Y belongs to V epsilon, same distance തന്നെയാ, of another point B, implies modulus of Y ആണ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ബിയിൽ നിന്നാണ് ഡിസ്റ്റൻസ്, modulus of Y minus B is strictly less than epsilon. ഇനി ഈ നൊട്ടേഷൻ X element of V epsilon A, Y element of V epsilon B എന്നുള്ള നൊട്ടേഷൻ ക്വസ്റ്റിനിൽ തന്നിട്ടില്ലെങ്കിൽ X belongs to epsilon neighborhood of A, അത് ആ നൊട്ടേഷനിലേക്ക് നിങ്ങൾക്ക് ആക്കാം. അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. Now we have to prove that. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? X plus Y belongs to V epsilon അല്ല, അതിൻ്റെ ഇരട്ടി 2 epsilon of A plus B എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ നോക്കുക? X plus Yക്ക് A plus Bയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2 epsilonൽ താഴെയാണെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. X plus Y എന്ന് പറയുന്ന പോയിന്റിന് A പ്ലസ് ബിയുടെ നെയ്ബർഹുഡിൽ ഉണ്ടോയെന്നാണ് നോക്കുന്നത്. എക്സിന്റെ
എയുടെ ഇപ്പം എക്സ് വി എപ്സിലോൺ എയിലുണ്ടോ എന്നറിയാൻ എക്സിന് എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, വൈ വി എപ്സിലോൺ ബിയിൽ ഉണ്ടോ എന്നറിയാൻ വൈക്ക് ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, വി എപ്സിലോൺ എന്ന് കണ്ടുകൊണ്ട് എപ്സിലോണിൽ താഴെയാണോ നോക്കി, ആ നമ്പർ ഏതാണെന്ന് നോക്കുക, അതിൽ താഴെ ഡിസ്റ്റൻസ് ആണോ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പോവാം. ദിസ് ഈസ് ഈക്വൽ ടു ഈ എഴുതിയിരിക്കുന്ന വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു, നമുക്കിവിടെ എക്സ് മൈനസ് എ വൈ മൈനസ് ബി റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ പ്ലസ് വൈ മൈനസ് ബി അല്ലേ, എക്സ് മൈനസ് ഓഫ് എ പ്ലസ് ബി അല്ലേ ഇത്. ഇതെന്താ? മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയാം. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ, എക്സിനും വൈക്കും എഴുതിയേക്കുന്നത്, ഇവിടെ എക്സും വൈ ഉള്ളതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. സ്മോൾ ലെറ്റർ എയും ബിയും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചത്. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് ബി. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എഴുതിയിട്ടുണ്ട്, ഈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ആണ് ഇതിന് കാരണം. ബട്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ is strictly less than epsilon. Equation number 1. മോഡുലസ് ഓഫ് വൈ മൈനസ് ബി is strictly less than 2. അപ്പോൾ ഇനി എഴുതുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ എപ്സിലോണും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്, സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ, പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് ബി is strictly less than എപ്സിലോൺ. ഇത് രണ്ടും കൂടെ കൂട്ടിയ 2 എപ്സിലോൺ. ബട്ട് വി ആർ കമ്പയറിംഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് ഓഫ് എ പ്ലസ് ബി implies മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ modulus of x plus y minus of a plus b. x plus y a plus b യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു is strictly less than 2 epsilon. അത് 2 എപ്സിലോണിൽ താഴെയാണ്. എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിൽ താഴെയാകുമ്പോൾ എക്സ് വി എപ്സിലോൺ എയിലാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നമ്പറും എ പ്ലസ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 എപ്സിലോണിൽ താഴെയാണ്. ഏത് നമ്പറാ? എക്സ് പ്ലസ് വൈയും എ പ്ലസ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. എക്സ് പ്ലസ് വൈ എലമെന്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ഇസ് 2 എപ്സിലോൺ. 2 എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എവിടെ നിന്നാ? എ പ്ലസ് ബിയിൽ നിന്ന് ഓഫ് എ പ്ലസ് ബി. 2 എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പ്ലസ് ബി. വേർഡ്സിൽ ഇങ്ങനെ പറയാം, എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു ദ 2 എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയാം. എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു 2 എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് 2 എപ്സിലോൺ നെയ്ബർഹുഡ് അല്ല, 2 എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് പോയിന്റും വരെ ഓഫ് എ പ്ലസ് ബി. എയും ബിയും കൂടെ സം ചെയ്ത് കഴിഞ്ഞു, എക്സും വൈയും കൂടെ സം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ലെന്ത് കൂടുതലായിട്ടുണ്ട്. എക്സിന്റെ റേഞ്ചിലല്ല, വൈയുടെ റേഞ്ചിലല്ല, എക്സ് പ്ലസ് വൈയുടെ റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നെയ്ബർഹുഡിന്റെ വിസ്താരം കൂടിയത്, മുമ്പുണ്ടായതിന്റെ ഇരട്ടി. എക്സ് എപ്സിലോൺ ഡിസ്റ്റൻസിലും വൈ എപ്സിലോൺ ഡിസ്റ്റൻസിലും അടക്കുന്നത്. അത് ഓവർലാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ 2 എപ്സിലോൺ നെയ്ബർഹുഡിലേക്ക് പോകും എന്ന് ആണ് റിസൾട്ട്. നമുക്ക് മറ്റൊരു റിസൾട്ടിലേക്ക് പോകാം. അതൊരു തിയറമാണ്, തിയറം നമ്പർ 18. നമ്മൾ മുകളിലെ തിയറംസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ചെയ്യുന്നുണ്ട്. Let a element of R if x belongs to the epsilon neighborhood v epsilon a for every epsilon greater than 0 then x equal to a. അതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ടെക്സ്റ്റിൽ അതിന്റെ പ്രൂഫ് ഒറ്റ ലൈനേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് തിയറം 16 ആണ്. നമുക്ക് പ്രൂഫിലേക്ക് പോകാം. എന്താ തന്നിരിക്കുന്നത്? A is a real number. X belongs to the epsilon neighborhood v epsilon a. അത് നമുക്ക് നൊട്ടേഷനിലാക്കിയാൽ x element of v epsilon a for every epsilon greater than 0. എത്ര ചെറിയ എപ്സിലോൺ ആണെങ്കിലും, 0 അല്ല, 0യേക്കാൾ പറയില്ലേ, എത്ര ചെറിയ എപ്സിലോൺ ആണെങ്കിലും എക്സ് വി എപ്സിലോൺ എയിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വി എപ്സിലോൺ എയുടെ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ ഇതെപ്പോഴാണ് വി എപ്സിലോൺ എയിൽ ഉണ്ടാകുന്നത്? എക്സ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ. അത് 1നോ 0.5നോ 1/2നോ ഒന്നും മാത്രമല്ല, എല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0യ്ക്കും, ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഓൾസോ ദിസ് ഇസ് എ മോഡുലസ്. മോഡുലസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് നമ്പറാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുടെ ആണെങ്കിൽ മോഡുലസ് 0 ആണ്. ഈ നമ്പർ രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്. എക്സും എയും ഈക്വൽ ആവുകയാണെങ്കിൽ എ മൈനസ് എ എന്ന് പറയാം. അപ്പോൾ മോഡുലസ് 0 ആകാം. അതുകൊണ്ട് മോഡുലസ് 0 ആകാം, അല്ലെങ്കിൽ ഇത് മോഡുലസ് ആണ്, പോസിറ്റീവ് വാല്യൂ ആകത്തുള്ളൂ, നെഗറ്റീവ് ആകത്തില്ല.
modulus of x minus a greater than or equal to 0. ഇതിന് റീസൺ ഒന്നുമില്ല. ഡെഫിനിഷൻ ഓഫ് മോഡുലസ്. ഡെഫിനിഷൻ ഓഫ് മോഡുലസ് ആണ് ഇതിൻ്റെ റീസൺ. Then combining these two we get that is 0 less than or equal to modulus of x minus a strictly less than epsilon for all epsilon greater than 0. റൈറ്റ് സൈഡിൽ ഏത് പോസിറ്റീവ് നമ്പർ എപ്സിലോൺ വെച്ചാലും ഈ ഇനിക്വാളിറ്റി ഉണ്ട്. 0 less than or equal to modulus of x minus a less than epsilon. Now we use theorem 16. Theorem 16 നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്നറിയില്ല. Theorem 16 ഇല്ലെങ്കിൽ നോക്കുക. Theorem 16 ഇതാണ്. If a is a real number, a element of R is such that 0 less than or equal to a less than epsilon for all epsilon greater than 0. For all epsilon greater than 0. ഇതാണ് നമ്മൾ theorem 16 പ്രൂവ് ചെയ്തത്. Then a equal to 0. Then a equal to 0. a ഒരു റിയൽ നമ്പർ ആണ്. അത് പോസിറ്റീവോ സീറോയോ ആകണം. ഈ ഭാഗത്ത് നിന്ന് അതാ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എത്ര ചെറിയ നമ്പർ തന്നാലും അതിനേക്കാൾ ചെറുതാണ്. 0.1 തന്നാൽ എ അതിനേക്കാൾ ചെറുതാണ്. 0.0 അങ്ങേറ്റത്തൊരു 1 അത് തന്നാൽ അതിനേക്കാളും ചെറുതാണ്. പക്ഷെ അത് 0യേക്കാളും ചെറുതാണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എത്ര ചെറിയ നമ്പർ തന്നാലും അതിനേക്കാളും ഒക്കെ ചെറുതാകണം. ദാറ്റ് മീൻസ് എല്ലാ എപ്സിലോണും, ഒരു എപ്സിലോൺ അല്ല, for all epsilon greater than 0 a is less than epsilon. എത്ര ചെറിയ നമ്പർ, അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്ത്, എത്ര ചെറിയ നമ്പർ തന്നാലും എ അതിനേക്കാളും ചെറുതാണ്. പക്ഷെ എക്ക് നെഗറ്റീവ് ആകാൻ പറ്റില്ല. എ നെഗറ്റീവ് അല്ല. എത്ര ചെറിയ പോസിറ്റീവ് നമ്പർ തന്നാലും എ അതിനേക്കാളും ഒക്കെ ചെറുതാണ്. for all epsilon greater than 0 a is less than epsilon. അപ്പോൾ അതാ മനസ്സിലാക്കണ്ടേ. ആൻഡ് എ greater than or equal to 0. എ നെഗറ്റീവ് ആകത്തില്ല. 0 വേണമെങ്കിലാകാം. എത്ര ചെറിയ പോസിറ്റീവ് നമ്പർ തന്നാലും അതിനെക്കാട്ടിലും ഒക്കെ ചെറുതാണ്. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ പ്രൂഫ് റിയലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതില്ലെങ്കിൽ പോലും നമുക്ക് ആർഗ്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. എക്ക് നെഗറ്റീവ് ആകാൻ പറ്റില്ല. അപ്പോൾ എക്ക് എടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. എത്ര ചെറിയ പോസിറ്റീവ് നമ്പർ തന്നാലും, ഏതൊക്കെ തന്നാലും എ അതിനേക്കാളും ഒക്കെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്ക് 0 ആയേ മതിയാവും എന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ കുഞ്ഞ് എയുടെ പൊസിഷനിലാണ്. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് വിളിക്കാം. നമ്മൾ മുമ്പ് തിയറം 16 എഴുതിയിരുന്ന ചെറിയ എയുടെ പൊസിഷനിലാണ് ഇപ്പോഴത്തെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് എ ക്യാപിറ്റൽ എ എന്ന് ഞാൻ വിളിച്ച് ഇവിടെ ഒരു ചെറിയ എയുടെ നൊട്ടേഷൻ ഉള്ളതുകൊണ്ടാണ്. ഇംപ്ലൈസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 0 ബൈ തിയറം 16. അപ്പോൾ നമ്മുടെ എയുടെ പൊസിഷനിൽ ഇപ്പോൾ ആരാ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് എ റിയൽ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എത്ര ചെറിയ പോസിറ്റീവ് നമ്പർ തന്നാലും അതിനേക്കാളും ഒക്കെ ഇത് ചെറുതാണ്. ഇത് നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല, മോഡുലസ് ആണ്. അപ്പോൾ അതിനർത്ഥം ഇത് 0 ആണെന്നാണ്. Therefore by theorem 16 സ്റ്റേറ്റ് ചെയ്യാം കേട്ടോ. തിയറം 16 ഒന്നും നമുക്ക് എക്സാമിന് പറയാൻ പറ്റത്തില്ലല്ലോ. Therefore by theorem ഇൻവേർട്ടഡ് കോമയിലെ ഈ തിയറം by theorem 16 അത് സ്റ്റേറ്റ് ചെയ്യണം. തിയറം 16 എക്സാമിന് പറയത്തില്ല, നമ്മളിട്ട നമ്പറാണ് 16 എന്നൊക്കെ. സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ മാർക്കിനനുസരിച്ച് കൂടുതൽ മാർക്കിനുള്ളതാണെങ്കിൽ ആ റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. Therefore by theorem 16 എന്നാ കിട്ടുന്നത്? ഈ നമ്പർ ഏത് നമ്പറാ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈക്വൽ ടു 0. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മളുടെ റിസൾട്ട് എക്സ് ഈക്വൽ ടു എന്ന മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ 0. ഒരു നമ്പറിന്റെ മോഡുലസ് 0 ആന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ 0യാ. 0 മാത്രമേ മോഡുലസ് 0 ആകുന്നുള്ളൂ. നമ്മുടെ മോഡുലസിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ. മോഡുലസ് ഓഫ് എ ഈക്വൽ ടു എ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, 0 if a equal to 0, minus a if a less than 0. ഇതാണ് മോഡുലസിന്റെ ഡെഫിനിഷൻ. അപ്പോൾ മോഡുലസ് 0 ആയാൽ അതിനർത്ഥം വേറൊരു സ്ഥലത്ത് 0 ആകുന്നില്ല. നമ്പർ തന്നെ മോഡുലസ് 0 ആയാൽ നമ്പർ തന്നെ 0 ആണ്. എക്സ് മൈനസ് എ ഈക്വൽ ടു 0 എന്നാണ് അതിനർത്ഥം. ദാറ്റ് ഇംപ്ലൈസ് എക്സ് മൈനസ് എ 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ. Then x equal to a. That is if x belongs to the epsilon neighborhood, we epsilon of a for every epsilon greater than 0, then we get x equal to a. That is a proof of the theorem.